examiner family, നമ്മളുടെ 10th കഴിഞ്ഞിട്ട് +1ലേക്കുള്ള അഡ്മിഷൻസിന്റെ അപ്ലിക്കേഷൻസ് ഓപ്പൺ ആയത് എൻ്റെ മക്കൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അഡ്മിഷൻസിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള കാര്യമൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ എലൻ സാർ നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം അപ്ലിക്കേഷൻസ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ അഥവാ കൊടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് കുറച്ച് മിസ്റ്റേക്സ് നിങ്ങൾ വരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ അഡ്മിഷനെ തന്നെ വളരെയധികം ബാധിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പം മിസ് പറയാൻ വേണ്ടി പോകുന്നത്, നിങ്ങൾ +1ന്റെ അഡ്മിഷൻസ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഈ മിസ്റ്റേക്സ് ഒരിക്കലും വരുത്താതിരിക്കുക, അഥവാ ഈ മിസ്റ്റേക്സ് വരുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ? അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോണസ് പോയിന്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 10th നിന്നും +1ലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ബോണസ് പോയിന്റ്സ് ആഡ് ചെയ്യാനുണ്ട് അല്ലേ? അപ്പൊ നിങ്ങൾക്ക് അറിയാം നമ്മുടെ NCC, സ്കൗട്ട്, അതുപോലെ തന്നെ SPC, സ്വിമ്മിങ് എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ ക്ലബ്ബുകളിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ്, ബോണസ് പോയിന്റ് ആഡ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അല്ലേ? അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക മക്കളെ, നിങ്ങൾ ഇതിൽ ഏതൊരു ബോണസ് പോയിന്റ് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ബോണസ് പോയിന്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിന് അർഹയാണ് അല്ലേ? അതായത് ഇപ്പോൾ SPC നിങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ SPCയിലുണ്ട്, ഞാൻ അതിന് അർഹനാണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അവിടെ അല്ലെ ആ ഓപ്ഷൻ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ അഡ്മിഷൻസ് എടുക്കുന്ന സമയത്ത് സ്കൂളിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഏത് ബോണസ് പോയിന്റ് ആണോ ആഡ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൊടുക്കേണ്ടി വരും. അപ്പം ഇതിന്റെ സർട്ടിഫിക്കറ്റ്, നിങ്ങൾ ഏതൊരു ബോണസ് പോയിന്റ് ആഡ് ചെയ്യുകയാണെങ്കിലും അതിന്റെ സർട്ടിഫിക്കറ്റ്, അതിന്റെ വാലിഡ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ആ ബോണസ് പോയിന്റിൽ നിങ്ങളുടെ അർഹമായിട്ടുള്ള ആ ബോണസ് പോയിന്റിന്റെ ഓപ്ഷൻസ് മാർക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, അഡ്മിഷൻ സമയത്ത് നിങ്ങളുടെ ബോണസ് പോയിന്റ് നിങ്ങൾ കൊടുത്തിട്ട് അതിന്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള അഡ്മിഷൻ തന്നെ ക്യാൻസൽ ആവാനുള്ള ചാൻസുകൾ വളരെ കൂടുതലാണ്. അപ്പോൾ ബോണസ് പോയിന്റ്സ് നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിച്ച് തന്നെ ചെയ്യാം കേട്ടോ. ഇനി അടുത്തതാണ്, നിങ്ങൾക്കറിയാം നമ്മൾ അഡ്മിഷൻസ് കൊടുക്കുന്ന സമയത്ത് നമുക്കൊരു ഫോൺ നമ്പർ കൊടുക്കാനുണ്ട് അല്ലേ? അപ്പോൾ ആ ഫോൺ നമ്പർ നമ്മൾ കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു OTP നമ്മുടെ ഫോണിലേക്ക് വരും. ആ OTP നിങ്ങൾ എൻ്റർ ചെയ്തിട്ടാണ് നമ്മുടെ അഡ്മിഷൻ പ്രോസസ്സിലേക്ക് കടക്കുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ, നിങ്ങൾ ഉപയോഗിക്കുന്ന, അതായത് കോളുകളും ഇൻകമിംഗ് കോളുകളും മെസ്സേജുകളും ഒക്കെ വരുന്ന ഒരു നല്ല ഒരു നമ്പർ തന്നെ നിങ്ങൾ കൊടുക്കാൻ വേണ്ടി, അതായത് എപ്പോഴും യൂസ് ചെയ്യുന്ന മെസ്സേജുകളൊന്നും വരാനും കാര്യങ്ങളൊന്നും പ്രശ്നമില്ലാത്ത ഫോൺ നമ്പർ തന്നെ നിങ്ങൾ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം നമുക്ക് ഇനിയുള്ള നമ്മൾ അവിടെ കൊടുക്കുന്ന നമ്പറിലേക്കാണ് ബാക്കിയുള്ള അഡ്മിഷൻസിന്റെ ഡീറ്റെയിൽസും അലോട്ട്മെന്റുകളായാലും എല്ലാ കാര്യങ്ങളുടെ മെസ്സേജുകളും കാര്യങ്ങളും ഒക്കെ വരുന്നത് ആ നമ്പറിലേക്കായിരിക്കും. അപ്പോൾ അതുകൊണ്ട് വാലിഡ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന നമ്പർ തന്നെ കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, ഇനി അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് നമ്മുടെ ഓപ്ഷൻസ് കൊടുക്കുന്നതാണ് അല്ലേ? നിങ്ങൾക്കറിയാം നമ്മൾക്ക് ഒരുപാട് ഓപ്ഷൻസ് കൊടുക്കാൻ പറ്റും. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും സ്കൂളുകൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുക, എൻ്റെ മക്കൾക്ക് ഇപ്പോൾ സയൻസ് ആണ് വേണ്ടത് അല്ലേ? ഇപ്പോൾ സയൻസ് ഏതെങ്കിലും ഒരു സ്കൂൾ നിങ്ങൾക്ക് പഠിക്കണം അല്ലെ, +1 എനിക്ക് ആ സ്കൂളിൽ തന്നെ പോകണമെന്ന് ആഗ്രഹം ഉണ്ടാവും. അതായത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് ഉള്ളത് ഈ സ്കൂളിൽ എനിക്ക് ഇന്ന കോഴ്സ് പോകണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവും അല്ലേ? അപ്പം അത് തന്നെ നമ്മളുടെ ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് കൊടുക്കുക. അതായത് നിങ്ങളുടെ ഏറ്റവും പ്രയോറിറ്റി ആയിട്ടുള്ള, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട +1 പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്കൂള് ആ ഒരു കോഴ്സ്, അതായത് ഇപ്പോൾ സയൻസ് ആണെങ്കിൽ സയൻസ് കൊടുക്കുക, കൊമേഴ്സ് ആണെങ്കിൽ കൊമേഴ്സ് കൊടുക്കുക, ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ ഹ്യൂമാനിറ്റീസ് കൊടുക്കുക. അതിനുശേഷം രണ്ടാമത്തെ സ്കൂൾ കൊടുക്കുന്നു, ഏത് കോഴ്സാണെന്ന് കൊടുക്കുന്നു, മൂന്നാമത്തത് കൊടുക്കുന്നു. അപ്പം പ്രത്യേകം ആലോചിക്കുക, നമ്മൾ കൊടുക്കുന്ന പ്രിഫറൻസ്, അതായത് ഒന്നാമത്തെ പ്രിഫറൻസ് ആണ് ആദ്യം തന്നെ നമ്മളുടെ നിങ്ങൾക്ക് തരാൻ വേണ്ടി പറ്റുമോ നോക്കും. അപ്പോൾ ഫസ്റ്റ് സ്കൂൾ നോക്കും, ഫസ്റ്റ് സ്കൂളിൽ സയൻസ് ആണ് എന്താണ് വേണ്ടത്, അപ്പോൾ അത് നിങ്ങൾക്ക് തരാൻ പറ്റുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പം ബാക്കിയുള്ള താഴത്തുള്ള എല്ലാ ഓപ്ഷൻസും ക്യാൻസൽ ആയിട്ട് പോവുകയാണ് ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് മൂന്നാമത്തെ ഒരു ഓപ്ഷനാണ് കിട്ടുന്നതെങ്കിൽ മൂന്നാമത്തെ ഓപ്ഷന് താഴെയുള്ള എല്ലാ സ്കൂളുകളും എല്ലാ കോഴ്സുകളും ക്യാൻസൽ ആയിട്ട് പോകും. മുകളിലുള്ള ഓപ്ഷൻസ് മാത്രമാണ് അവിടെ വാലിഡ് ആയിട്ട് നിൽക്കുള്ളൂ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ആ ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് കൊടുക്കുക. ഇപ്പം നിങ്ങൾക്ക് സയൻസ് ആണ് പഠിക്കാൻ ആഗ്രഹം എന്ന് വിചാരിക്കുക, ചിലപ്പോൾ ചിലർ ചെയ്യും എന്താണ്, ഒരു സ്കൂൾ കൊടുക്കുന്ന ആ സ്കൂളിൽ സയൻസും കൊമേഴ്സും ഹ്യൂമാനിറ്റീസും ഒപ്പം തന്നെ ആഡ് ചെയ്യാമെന്ന്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പോൾ സയൻസ് ആണ് നിങ്ങളുടെ പ്രയോറിറ്റി എന്നുണ്ടെങ്കിൽ എല്ലാ സ്കൂളുകളിലെയും സയൻസ് ആദ്യം കൊടുക്കുക. അതിനുശേഷം കൊമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ സയൻസ് ഓപ്ഷൻ കൊടുത്തതിന് ശേഷം മാത്രമേ കൊമേഴ്സ് ഓപ്ഷൻ കൊടുക്കാൻ പാടുള്ളൂ. അതെ, മിക്സ് ചെയ്ത് കൊടുക്കരുത് മക്കളെ. കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കൊമേഴ്സ് വിളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ താഴെയുള്ള എല്ലാ ഓപ്ഷൻസും ക്യാൻസൽ ആയിട്ട് പോകും. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് കിട്ടാതിരിക്കും. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങളുടെ പ്രിഫറൻസ് നോക്കിക്കൊണ്ട് തന്നെ എന്ത് ചെയ്യാം, നമ്മളുടെ
ഓപ്ഷൻസ് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മളുടെ അഡ്മിഷൻസ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്കറിയാം നമുക്ക് സ്വന്തമായിട്ട് ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അക്ഷയ, അതുപോലെ നെറ്റ് കഫേസിലൊക്കെ നിങ്ങൾക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ അക്ഷയയിലൊക്കെ വളരെ തിരക്കായതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഫോം തരാണ് ചെയ്യുക. ആ ഫോം കറക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്തിട്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടി പറയും. അപ്പോൾ നിങ്ങൾ ആരും വിചാരിക്കരുത് ഞാൻ അക്ഷയയിൽ ആ ഫോം ഫില്ല് ചെയ്ത് കൊടുത്തു എന്നതുകൊണ്ട് എൻ്റെ അഡ്മിഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി എന്നല്ല അർത്ഥം. കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, ആ അക്ഷയയിലുള്ളവരെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഉപയോഗിച്ചുകൊണ്ട് ഓൺലൈനായിട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ വെറുതെ എഴുതി കൊടുത്തു, ഡീറ്റെയിൽസ് ഒക്കെ എഴുതി കൊടുത്ത് അക്ഷയയിൽ ഏൽപ്പിച്ചു എന്നതുകൊണ്ട് ഒരിക്കലും നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം ഫുള്ളായി എന്നല്ല അർത്ഥം. അത് ഓൺലൈനായിട്ട് അവർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് OTP വരാം അല്ലെ, കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് അവർ മറന്നു പോവാതെയും കൃത്യമായിട്ട് അവർ ആപ്ലിക്കേഷൻസ് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഉറപ്പാക്കണം കേട്ടോ. കാരണം നമ്മുടെ അഡ്മിഷൻസ് ആണ്, അവരൊന്നും മറന്നു പോയി കഴിഞ്ഞാൽ നമ്മുടെ അഡ്മിഷനാണ് ഇല്ലാണ്ടായി പോകുന്നത്. അപ്പം ഇതുപോലെ അക്ഷയ കേന്ദ്രങ്ങളിലൊക്കെ പോയിട്ട് ഡീറ്റെയിൽസ് എഴുതി കൊടുത്ത് വരുന്ന ആൾക്കാരെ പിന്നീട് അവരോട് വിളിച്ച് ചോദിക്കുക, എൻ്റെ അഡ്മിഷൻസ് കംപ്ലീറ്റ് ആയിട്ട് ഓൺലൈനിൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ ഉറപ്പുവരുത്തുക എന്നുള്ള കാര്യം കൂടെ ശ്രദ്ധിക്കുക. എപ്പോഴും ചെയ്യുന്ന കാര്യമാണ്, പക്ഷേ നമ്മുടെ അഡ്മിഷൻ ആണ്, ഒരേ ഒരു ചാൻസ് ആണ്, അപ്പോൾ നമുക്ക് മിസ്സാക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതും കൂടെ ഒന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഈ ഒരു മിസ്റ്റേക്സ് ഒന്നും നിങ്ങൾ വരുത്തിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അല്ലെ നല്ല സ്കൂളിൽ, നിങ്ങൾ ഉദ്ദേശിച്ച സ്കൂളിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെ മിസ്സും പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഏതാണോ ഫേവറേറ്റ് ആയിട്ടുള്ള പ്രിഫറൻസ് അത് അതിനനുസരിച്ച് കൊടുക്കുക. അലോട്ട്മെന്റ്സ് വരുന്ന സമയത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ട സ്കൂളുകൾ തന്നെ നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് മിസ് എന്ത് ചെയ്യുന്നു, ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്.